ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, ആദരണീയരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവനാമത്തിൽ സ്നേഹവന്ദനം. സമുദ്രത്തിലെ തിരമാലകളെ വല്ലപ്പോഴുമെങ്കിലും ഒക്കെ കാണാത്തവർ ചുരുക്കമാണ്. ചെറുതും വലുതുമായ തിരമാലകൾ സമുദ്രത്തിൽ നിന്ന് അടിച്ച് കരയിലേക്ക് കയറാറുണ്ട്. ചെറിയ തിരമാലകൾ നനഞ്ഞ തീരത്തെ വീണ്ടും നനയ്ക്കുമ്പോൾ വലിയ തിരമാലകൾ പുതിയതായ കരകളെ തേടിപ്പോവുകയാണ്. ഒരുപക്ഷെങ്കിൽ പെട്ടെന്ന് ചിന്തിച്ചേക്കാം, വലിയ തിരമാലകൾ കരയെ കൂടുതലായി വിഴുങ്ങിക്കളയുന്നതായൊരു ഭാവവും ഉണ്ട് എന്നുള്ള. അതവിടെ നിർത്തിയിട്ട് വലിയ തിരമാലകൾ പുതിയ പുതിയ കരകളെ നനയ്ക്കുവാൻ തക്കവണ്ണം തേടിപ്പോകുന്നതായ ഒരു അനുഭവത്തെ പറ്റി ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതായ അനുഭവത്തിന്റെ ആ ഒരു ദൈവികമായ സാന്നിധ്യത്തിന്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ സാംശീകരിച്ചിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് നനയാത്തതായ തീരങ്ങളെ നനയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് എപ്പോഴെങ്കിലും കടന്നു ചെല്ലുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഹോശേയ-പ്രവചനന്റെ പുസ്തകം 14-ാം അധ്യായം 9 വാക്യങ്ങളാണ് ആ ഭാഗത്തുള്ളത്. അതിൻ്റെ 1-ാമത്തെ 2-ാമത്തെയും വാക്യത്തിന്റെ 1-2 വാക്യങ്ങളിൽ കൂടി ഇന്നത്തെ ധ്യാന ചിന്ത നയിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോശേയ-പ്രവചനന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും വാക്യങ്ങൾ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടി യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. അനുതാപവാക്യങ്ങളോടുകൂടി യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നമ്മളൊക്കെ പലപ്പോഴും ദൂരയാത്രകൾ പോകാറുള്ളവരാണ്, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യാറുള്ളവരാണ്. യാത്രയ്ക്ക് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ യാത്രയ്ക്ക് നല്ല അനുഭവങ്ങൾ എന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വേണമെന്നുള്ളതും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഇഷ്ടവുമാണ്. എന്നാൽ നമ്മൾ നടന്നു പോകുന്നതായ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളതായ നടപ്പിൽ എവിടെയെങ്കിലും മാർഗഭ്രംശനം വരുമ്പോൾ, നമ്മുടെ ഗമനങ്ങൾക്ക് സ്ഥിരത നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് ചൂട് പിഴയ്ക്കുമ്പോൾ, ആ ലക്ഷ്യത്തിലേക്കുള്ളതായ നമ്മുടെ നടപ്പിന് തടസ്സമായി പല കാരണങ്ങൾ വന്നുകൂടുമ്പോൾ പിന്നിൽ നിന്ന് ചില ശബ്ദങ്ങൾ ഉണ്ടാകാറുണ്ട്. നിന്റെ നടപ്പ്, നിന്റെ ചിന്ത യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് നിന്നെ നയിക്കുന്നില്ല. അതുകൊണ്ട് നീ ആ വഴിയാത്ര നിനക്ക് ചേർന്നതല്ല, നീ മടങ്ങിപ്പോരുക എന്നുള്ളതായ സ്നേഹത്തോടു കൂടിയുള്ളതായ ചില വാക്കുകൾ. അതൊരു പക്ഷെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടേതാകാം, നമ്മുടെ മക്കളുടേതാകാം, നമ്മുടെ സഹോദരങ്ങളുടേതാകാം, നമ്മുടെ ഗുരുക്കന്മാരുടേതാകാം, വിജ്ഞാനികളും ശ്രേഷ്ഠരുമായ ആരുടെയൊക്കെയോ വാക്കുകളാകാം. മടങ്ങിച്ചെല്ലുവാനുള്ളതായ ഒരു ആഹ്വാനം. എവിടേക്കാണോ നമ്മുടെ യാത്ര തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് ചെല്ലുവാൻ തക്കവണ്ണം സാധിക്കാതെ, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നതായ വഴികളിൽ നമ്മുടെ ചിന്തകളിൽ പ്രയാസം നേരിടുമ്പോൾ പറയുന്നു, പിന്നിൽ നിന്ന് വാക്കുകൾ ഉണ്ടാകുന്നു, നിന്റെ പോക്ക്, നിന്റെ നടപ്പ് ശരിയായ തരത്തിലില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, നീ മടങ്ങി വരിക. നീ എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവനിലേക്ക് തന്നെ ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളതായ ഒരു ആഹ്വാനം. പഴയ നിയമകാലത്ത് പ്രവാചകന്മാരുടെ പ്രവർത്തനം വളരെയധികമായി വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ ദൗത്യം ഇസ്രായേൽ ജനത്തെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ്. യഹോവയുടെ അരുളപ്പാടനുസരിച്ച്, യഹോവയുടെ വാക്കായി, യഹോവയുടെ നാവായി ഇസ്രായേൽ ജനത്തോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ദൗത്യം.
യഹോവയുടെ വാക്കുകൾ സമൂഹത്തിന്, ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് പ്രവാചകന്മാരുടെ ദൗത്യം. പ്രവാചകന്മാർ ധാരാളം പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തിന്റെ ഇസ്രായേലിന്റെ ജീവിതത്തിന് എവിടെയോ ചില താളങ്ങൾ ഉണ്ടാകുമ്പോൾ യഹോവയായിരിക്കും ഈ ജനത്തെ സമൂഹത്തിലേക്ക്, അധർമ്മങ്ങളിലേക്ക്, ദുഷ്ടതയിലേക്ക് വിട്ടുകൊടുക്കാതെ സ്നേഹത്തോടെ മാറോട് ചേർന്ന് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിന്റെ പ്രതിഫലമാണ് ഈ പ്രവാചകനിലൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വേദഭാഗം രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായ സംഭാഷണം, ഇസ്രായേലിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് യഹോവയെ വീണ്ടെടുത്തതിന്റെ കാരണം നമുക്കറിയാം. അവരോടുള്ളതായ സ്നേഹം, അതിലൊക്കെ ഉപരിയായി പുറപ്പാട് പുസ്തകത്തില്, ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുവാൻ സാധിക്കുന്നത് അബ്രഹാമിനോട് പറയുന്നത്, നീ പരദേശിയായി പ്രദേശമൊക്കെ നിന്റെ പിന്തലമുറയ്ക്ക് ലഭിക്കുന്നുണ്ട്. നിനക്ക് ലഭിക്കുന്നതായ ഉത്തമമായ വാഗ്ദത്തം അത് മോശയും പുറപ്പാട് പുസ്തകം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്തതായ വാഗ്ദത്ത പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ഈ ഫറവോന്റെ മുമ്പാകെ ഈ ജനത്തിന് വേണ്ടി അയക്കുന്നത് പറയുക. പൂർവിക പിതാക്കന്മാരോട് ചെയ്തതായ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിനായിട്ടാണ് യഹോവയായിരിക്കും ഇസ്രായേൽ ജനത്തെ അവരുടെ കഷ്ടതയിൽ നിന്നും, സങ്കടത്തിൽ നിന്നും, കണ്ണുനീരിൽ നിന്നും വിടുവിച്ച് മോചനം നൽകി അവരിലേക്ക് പിടിച്ചു നടത്തുകയാണ്. പകൽ മേഘസ്തംഭവും രാത്രിയായി കൊണ്ടുപോയതായ സമൂഹം വിശപ്പിന് നല്ല ഭക്ഷണം, ദാഹിച്ച് മരണത്തിൽ വീണുപോകാവുന്ന അവസരത്തിൽ കൈപ്പിടിയതായ അനുഭവത്തിൽ മധുരമുള്ളതായ ജനം പാറയിൽ നൽകിയതായി പോയ ദൈവം. ഈ ജനത അങ്ങനെ വഴിയാകുമ്പോൾ കാലങ്ങളിലും ദിവസങ്ങളും പിന്നിട്ടുകൊണ്ട് യഹോവയെ ദൈവത്തിന്റെ ആഗ്രഹവും ഇഷ്ടവും അനുസരിച്ച് പാലത്തെ ഒഴുകുന്നതായ കനാൻനാട്ടിലേക്ക് അവിടെ ഐശ്വര്യവും സമൃദ്ധിയും ഏറ്റവും അധികമായി നിലനിൽക്കുന്നതായ സാഹചര്യം, എവിടെ കത്തിയാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായ മക്കൾ, ഏത് ഫലവും ഏത് വൃക്ഷവും നല്ല ഫലം തരുന്നതായ അനുഭവം, സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും അനുഭവമുള്ളതായ ആ കനാന്യ നാട്ടിലേക്കുള്ളതായ ജീവിതം. ആ നാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾ പോലെ അവരുടെ ചിന്തകളും മാറ്റപ്പെടുകയാണ്. മരുഭൂമിയിൽ കൂടി നടത്തിയതായ ദൈവത്തെ അവര് അവിടെ കൊണ്ട് ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. യൊരോബെയാം പിതാവിന്റെ കാലത്താണ് ഇസ്രായേൽ ജനത്തിന് പ്രവാചകൻ ഇങ്ങനെയുള്ളതായ അരുളപ്പാടുകളൊക്കെ നടത്തുന്നത്. യൊരോബെയാം പിതാവിന്റെ കാലത്താണ് ആ സമൂഹത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. യൊരോബെയാം രണ്ടാമൻ രാജാവിന്റെ കാലത്ത് ആ നാട്ടിൽ അന്യദൈവങ്ങളുള്ളതായ ആരാധന അതിശക്തമായി നിലനിൽക്കുന്നതായ സാഹചര്യവുമായിരുന്നു. ഈ സാഹചര്യത്തിലേക്കാണ് ഇസ്രായേൽ ജനത കടന്നു ചെല്ലുന്നതായ സമൂഹത്തിൽ അവർക്ക് ധാരാളം സമൃദ്ധിയും ധാരാളം സന്തോഷവും ആ സമൂഹത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ലഭിക്കുന്നതായ ഐശ്വര്യവും സമൃദ്ധിയും അതിന്മേല്, അല്ലെങ്കിൽ അവരുടെ ഹൃദയം, അവരുടെ ചിന്തകൾ അതിലേക്ക് കീഴ്പ്പെട്ടു പോകുന്നതായ ഒരു സാഹചര്യം. മറ്റൊന്നിലേക്കും അവർക്ക് ദൃഷ്ടി പായിക്കുവാനോ വേറൊന്നിലേക്കും അവരുടെ ചിന്തകളെ കടത്തിവിടുവാനോ അവർക്ക് സാധിക്കാതെ പോകുകയാണ്. അവരുടെ ചിന്തകളും നോട്ടങ്ങളും ആ ഐശ്വര്യത്തിലും സമൃദ്ധിയിലും, അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായ സമ്പാദ്യത്തിലേക്കും മാത്രമായി പോകുകയാണ്. ദൈവം രക്ഷിക്കുന്നു,
ദൈവം രക്ഷ എന്നൊക്കെയാണ് ഹോശയാവ് എന്ന വാക്കിന്റെ അർത്ഥം. ദൈവത്തിന്റെ രക്ഷ പ്രവാചകനിൽ കൂടി ജനത്തിനാടായിട്ട് യഹോവയെ ദൈവം പങ്കുവെക്കുകയാണ്. ഞാൻ ഓർമ്മിപ്പിച്ചു വാഗ്ദത്തത്തെ പറ്റിയുള്ളതായ മോശയോടുള്ളതായ യഹോവയുടെ ഓർമ്മപ്പെടുത്തൽ. ഈ ഓർമ്മപ്പെടുത്തലിന്റെ അവസാനമാണ് മോശ ഫറവോന്റെ മുമ്പാകെ ചെന്നു നിൽക്കുന്നത്. ഫറവോന്റെ മുമ്പാകെ നിൽക്കുന്നത് വിക്കനായ മോശയായിട്ടല്ല, ആട്ടിടയനായ മോശയായിട്ടല്ല മോശ ഫറവോന്റെ മുൻപാകെ പോയി നിൽക്കുന്നത്. മറിച്ച് യഹോവയിൽ നിന്ന് ചില വാഗ്ദത്തങ്ങളൊക്കെ, ചില വാക്കുകളൊക്കെ ലഭിച്ചതിന്റെ ആ ഒരു ധൈര്യം സമ്പാദിച്ചിട്ട് മോശ ഫറവോന്റെ മുമ്പാകെ പോയി നിൽക്കുകയാണ്. മോശയും യഹോവയെ ദൈവം നല്ലൊരു ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ്. കേവലം ആട്ടിടയൻ എന്നുള്ളതായ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹം അവഗണിക്കപ്പെട്ടു പോകാം എന്നുള്ളതായ സ്ഥിതിയിൽ നിന്ന് മോശയെ വലിയൊരു സമൂഹത്തിന്റെ നേതാവായി യഹോവയായ ദൈവം ഉയർത്തിക്കൊണ്ടുവരികയാണ്. അവന്റെ ജീവിതത്തിലെ കുറവുകളെയും ബലഹീനതകളെയും ഒക്കെ യഹോവയായ ദൈവം പരിഹരിച്ചിട്ട് സന്തോഷത്തോടെ പുതിയൊരു അനുഭവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമ്പോൾ അവനിൽ കൂടി ചില കർത്തവ്യങ്ങളും ചില കടമകളും ഒക്കെയും നിറവേറ്റുവാനായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹോശയ പ്രവാചകനിൽ കൂടി യഹോവയെ ദൈവം ജനത്തോട് സംസാരിക്കുന്നു. ഈ ജനത്തോട് യഹോവയായ ദൈവത്തിന് പ്രവാചകനിൽ കൂടി സംസാരിക്കേണ്ടി വരുന്നത് ഈ ജനം തന്റെ പ്രിയപ്പെട്ട ജനമായതുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരോടല്ലെങ്കിൽ ആരോടെങ്കിലും അവർക്ക് വീഴ്ചകൾ ഉണ്ടായാൽ നമ്മൾ ഒരിക്കലും അത് പങ്കുവെക്കാറില്ല. നിനക്ക് തെറ്റുപറ്റി, നിന്റെ ഭാഗത്ത് കുറവുകളുണ്ട്, അതങ്ങനെയല്ല, അത് പരിഹരിക്കണം, അത് നമ്മളോടെപ്പോഴും ആത്മബന്ധമുള്ളവരോടെ നമ്മൾ പറയാറുള്ളൂ. വെറുതെക്കാരെന്ന് പറയുന്നവരോട് നമ്മൾ ഒരിക്കലും അങ്ങനെ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താറില്ല. ഇവിടെ യഹോവയായ ദൈവത്തിനും ഇസ്രായേൽ ജനത പ്രിയപ്പെട്ടതായിരുന്നു. പലപ്പോഴും വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിനെ പല രീതിയിലാണ് യഹോവയുടെ ദൈവത്തിന്റെ വാക്കുകളിൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ആരംഭ ഭാഗത്ത് തന്നെ ഒരു ഭാര്യ ഭർത്തൃബന്ധത്തില് എങ്ങനെയാണോ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നത്, അത്തരമൊരു വർണ്ണനയാണ് പ്രവാചകൻ ഇസ്രായേലും യഹോവയായ ദൈവവും തമ്മിലുള്ളതായ ബന്ധത്തെ പറ്റി സൂചിപ്പിക്കുന്നത്. അത്രമാത്രം ആഴമേറിയതായിരുന്നു ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ളതായ ബന്ധം, യഹോവയെ ദൈവവും ഇസ്രായേൽ ജനതയും തമ്മിലുള്ളത്. പിന്നെ പറയുന്നു, ഒരു പിതാവും മകനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവോ, എങ്ങനെ ചേർച്ചയായിരിക്കുന്നുവോ, അത്തരത്തിലുള്ളതായിരുന്നു ഈ ജനതയും യഹോവയായ ദൈവവും തമ്മിലുള്ളതായ ബന്ധം. പക്ഷേ ഈ ജനത പലപ്പോഴും ഈ ബന്ധത്തിന്റെ ആഴം, ഈ വ്യാപ്തി അറിയാതെ പോകുകയാണ്. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും. മനുഷ്യത്വപരമായിട്ടുള്ളതായ വ്യക്തികൾ തമ്മിലുള്ളതായ സ്നേഹബന്ധങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കാതെ അതിന് കുറവ് വരുത്തുന്നതായ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധത്തിലും അങ്ങനെയുള്ളതായ ഉലച്ചിൽ തട്ടിക്കൊണ്ടിരിക്കുന്നതായ കാലഘട്ടമാണ്. സമൂഹവും ഭരണകർത്താക്കളും തമ്മിലുള്ളതായ ബന്ധങ്ങളുടെ ആഴങ്ങൾ മാറ്റപ്പെട്ടു പോകുന്നതായ ഒരു അനുഭവമാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് ചില കടമകളുണ്ട്, നമുക്ക് ചില കർത്തവ്യങ്ങളുണ്ട്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു, വലിയ തിരമാലകൾ നനയാത്തതായ തീരങ്ങളെ വീണ്ടും നനയ്ക്കുവാൻ തക്കവണ്ണം വെമ്പൽ കൊണ്ട് കടന്നു വരികയാണ്. പ്രവാചകനിൽ കൂടി യഹോവയായ ദൈവം സംസാരിക്കുന്നത് ഇസ്രായേൽ ജനത്തോട് പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരിക. ഈ ഇസ്രായേൽ ജനത കടന്നു ചെന്നത് കനാൻ നാട്ടിൽ. ബാൽ ദൈവങ്ങളോടുള്ളതായ ആരാധന ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നതായ സമൂഹത്തിൽ, കാർഷിക വൃത്തിയിൽ നിന്ന് ഏറ്റവും അധികമായി നല്ല വിളവുകൾ സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തിൽ, വളരെയധികം നല്ല രീതിയിൽ ആ സമൂഹത്തിൻ്റെതായ ദൈവങ്ങളോടുള്ളതായ ആരാധന നടമാടിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തിൽ, അവിടെയൊക്കെ ഈ ഇസ്രായേൽ ജനത്തിന് തങ്ങളുടേതായ വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് അറിയാതെ, അതിനെ ഒന്ന് നിലനിർത്തുവാനായിട്ട് സാധിക്കാതെ പോകുമ്പോൾ അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യഹോവയായ ദൈവം പ്രവാചകനിൽ കൂടി സംസാരിക്കുന്നത്. ഈ വാക്യങ്ങളിൽ ഉള്ളതായ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്.
ആദ്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് 1-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. ഈ മടങ്ങിച്ചെല്ലുക എന്നുള്ളതായ വാക്ക് നമുക്കെല്ലാവർക്കും നല്ല പരിചയം. ദേവാലയത്തിൽ കൂടിയിരിക്കുന്നതായ നമുക്കോരോരുത്തർക്കും നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലണം. നമ്മുടെ വീട്ടിൽ നമ്മളെയും കാത്ത് നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ളതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും, നിങ്ങൾ എപ്പോഴാണ് മടങ്ങി വരുന്നത്? നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ യാത്രയിൽ എന്തെങ്കിലും അപകടങ്ങൾ നേരിടുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും, മടങ്ങിപ്പോരുക, നിന്റെ യാത്രയ്ക്ക് പ്രയാസമുണ്ട്, നിനക്ക് യാത്ര പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുമ്പോൾ, ഇസ്രായേലിന് ആരാണ് ഈ യഹോവ? മടങ്ങിച്ചെല്ലുവാൻ തക്കവണ്ണം ആ ഒരു കേന്ദ്രത്തിലേക്ക് മടങ്ങിച്ചെല്ലണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളെ സംബന്ധിച്ച് ആരാണ്? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്താണ് ആ വ്യക്തിക്കുള്ളതായ സ്ഥാനം? എന്താണ് ആ വ്യക്തിയും നമ്മളുമായിട്ടുള്ളതായ ബന്ധം? ഇസ്രായേലിന്റെ ജീവിതത്തിൽ ആരാണ് യഹോവ? മോശ ആദ്യമേ യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്നു. മോശ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്നതായ അനുഭവത്തിലാണ് അതുവരെയും കാണാത്തതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുകയാണ്. അതുവരെയും തലേദിവസം വരെയും കണ്ടതായ ഒരു വശങ്കിലുള്ളതായ ആ പച്ച ഉൾപ്പടർപ്പായിരിക്കാം പിറ്റേ ദിവസം ചെന്നപ്പോൾ നിന്ന് കത്തുന്നതായി കാണുന്നത്. അതിനെ മനസ്സിലാക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനാകുന്നവൻ ഞാനാകും. അതിൽ കൂടി ഒന്നും, അതിനപ്പുറമായി ഒന്നും അവിടെ വിശദമാക്കുന്നു. അവിടെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ മോശയ്ക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന്റെ ഉൾനയനങ്ങളെ അവന് യഹോവയായ ദൈവം തുറന്നു കൊടുക്കുകയാണ്. അവന്റെ മനോഗതികളെ യഹോവയെങ്കിലേക്ക് പായിക്കുവാൻ തക്കവണ്ണം ദൈവം അവന് ശക്തി കൊടുക്കുകയാണ്. ആ ദൈവത്തെ അവൻ മനസ്സിലാക്കുന്നുണ്ട്. ആ ദൈവത്തെ അവൻ മനസ്സിലാക്കുന്നത് എന്താണ്? അവന്റെ കേവലമായ ചിന്തയിൽ അതുവരെയും കാണാത്തതായ സാഹചര്യത്തിൽ ഒരിക്കലും എനിക്ക് കാണുവാനായിട്ട് കഴിയുമായിരുന്ന, അപ്രാപ്യമായിരുന്ന ഒന്നിനെ കാണുവാൻ തക്കവണ്ണം സാധിച്ചതിലുള്ളതായ ഒരു അനുഭവം, അപ്രാപ്യമായിരുന്നത് തൻ്റെ മുമ്പിലേക്ക് വരുന്നതായ ഒരു അനുഭവം, യഹോവയായ ദൈവത്തിനെ മുഖാമുഖം കണ്ടറിഞ്ഞതായ മോശയുടേതായ ജീവിതം. അവിടെ പറയുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകുന്നു. മോശയോട് പറയുന്നത്, അതുവരെയും മോശയ്ക്ക് ഈ വ്യക്തിയെ പറ്റി, ഈ പറയുന്നതായ സംസാരിക്കുന്നതായ വ്യക്തിയെ പറ്റി വലിയ അറിവുകളൊന്നും ഒരു പക്ഷേ കിട്ടിക്കാണത്തില്ല. പക്ഷെ മോശയോട് ഒരു കാര്യം പറയുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകുന്നു. അപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ഈ കാണുന്നതായ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, എന്നെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ളവനാണ് ഈ അഗ്നിയിലുള്ളത് എന്ന് മോശയുടെ ബുദ്ധിയിൽ കൂടി യഹോവയെ ദൈവം തോന്നിച്ചു കൊടുക്കുകയാണ്. ശുദ്ധീകരിക്കുന്നവനാണ് യഹോവ എന്നുള്ളത് മോശയിൽ കൂടി ആദ്യമേ ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് പുറപ്പാട് പുസ്തകം 3 അധ്യായം 5-ാം വാക്യം കാണുവാനായിട്ട് സാധിക്കുന്നത്. 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയും യഹോവയും തമ്മിലുള്ളതായ സംഭാഷണത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ യഹോവയെ ദൈവം പറയുന്നുണ്ട്, മിസ്രൈമിലുള്ള ജനത്തിന്റെ കഷ്ടതയെ ഞാൻ കണ്ടു, കണ്ണുനീരും സങ്കടവും ഒക്കെ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. 6-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് പറയുന്നത്. ആദ്യമേ മോശയിൽ കൂടി യഹോവയെ ദൈവം ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നു, യഹോവ ശുദ്ധീകരിക്കുന്നവനാണ്. വീണ്ടും മോശയോടുള്ള സംഭാഷണത്തിൽ കൂടി വീണ്ടും മനസ്സിലാക്കി കൊടുക്കുകയാണ്, യഹോവയായ ദൈവം കണ്ണുനീരുകളും സങ്കടങ്ങളും മനസ്സിലാക്കി അതിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാണ് ഈ യഹോവ എന്ന് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു,
ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് എനിക്ക് വിടുവിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. അവരെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നൊക്കെ മോശയോട് യഹോവയായ ദൈവം സംഭാഷിക്കുകയാണ്. ഈ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യഹോവയായ ദൈവം കണ്ണുനീരുകളും സങ്കടങ്ങളും നിലവിളികളും കേട്ട് അവർക്ക് മോചനവും സ്വാതന്ത്ര്യവും വിടുതലും നൽകുന്നവനാണ് എന്നുള്ളത് യഹോവയായ ദൈവം ഇസ്രായേൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. യഹോവയായ ദൈവം ശുദ്ധീകരിക്കുന്നവനാണ്. 121 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെയും ഉറങ്ങാതെയും ഇസ്രായേലിന്റെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നവനാണെന്ന് പറയുന്നുണ്ട്. സൂക്ഷിപ്പുകാരനായി കാവൽക്കാരനായി നിൽക്കുന്നതായി യഹോവ ശുദ്ധീകരിക്കുന്നവനാണ്, സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. സങ്കീർത്തനക്കാരൻ ദാവീദ് 121 സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ മയങ്ങാതെയും ഉറങ്ങാതെയും ഇസ്രായേലിന് പരിപാലനം സംരക്ഷണം നൽകുന്നവനാണ് യഹോവ എന്ന് പറയുകയാണ്. യെശയ്യാപ്രവചന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യെശയ്യാപ്രവചൻ തന്റെ ദർശനത്തിൽ കൂടി കണ്ട് സാക്ഷീകരിക്കുന്നത് 41 അധ്യായം 10 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ വിടുവിക്കും എന്ന് പറയുമ്പോൾ സഹായകനായ ഒരു യഹോവയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹോവയായ ദൈവം വിശുദ്ധീകരിക്കുന്നവനാണ്, സ്വാതന്ത്ര്യം മോചനം നൽകുന്നവനാണ്. യഹോവയായ ദൈവം സംരക്ഷകനാണ്, യഹോവയായ ദൈവം പരിപാലകനാണ്. 43 അധ്യായം 1 വാക്യം യെശയ്യാപ്രവചന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടെ ചില ഓർമ്മപ്പെടുത്തലാണ്, യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവിടെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്നെ സൃഷ്ടിച്ചവനാണ്, നിന്നെ നിർമ്മിച്ചനാണ്, നിന്റെ പിതാവാണ് ഈ യഹോവയായ ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഒരു വീണ്ടെടുപ്പുകാരന്റെ അനുഭവത്തെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ വ്യത്യസ്തങ്ങളായ വിശേഷണങ്ങൾ കൊണ്ട് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് പരിചിതനായി അവരോടൊപ്പം നടക്കുകയായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനാണ്, സ്വാതന്ത്ര്യം നൽകുന്നവനാണ്, പരിപാലകനാണ്, സംരക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്. പിന്നെയും സങ്കീർത്തനക്കാരൻ കൂട്ടിച്ചേർക്കുന്ന എന്താണ്? 23 സങ്കീർത്തനം പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ഒരു ഇടയന്റെ അനുഭവം നമുക്കറിയാം. ആടുകളെ അതിൻ്റെ കൂടുകളിൽ നിന്ന് കൊണ്ടുപോയി നല്ല മേച്ചിൽപ്പുറങ്ങൾ കാണിച്ചു കൊടുത്ത് അവയെ മേഞ്ഞ് തൃപ്തരാക്കുവാൻ തക്കവണ്ണം കൊണ്ട് നടക്കുകയാണ്. അവിടെ വരാവുന്നതായ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത് നല്ല ഇടയന്റെ ജോലിയാണ്. നല്ല ഇടയനാകുമ്പോൾ അവൻ ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന് ഈ ആടിനെ സംരക്ഷിച്ചെടുക്കുവാൻ ഒരുപക്ഷെ തൻ്റെ ജീവൻ പോലും കൊടുക്കുവാനായിട്ട് തയ്യാറാകും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഒരു നല്ല ഇടയനെ പറ്റി, യഹോവയായ ദൈവത്തെ പറ്റി, ആ ഒരു യഹോവയായ ദൈവത്തിന്റെ വിശേഷണമായിട്ട് ദാവീദ് അവതരിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ഭാഗമായി നടക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് യഹോവയായ ദൈവത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവം, വ്യത്യസ്തങ്ങളായ വിശേഷണങ്ങൾ ഇസ്രായേൽ ജനത മനസ്സിലാക്കിയതായി പറയുന്നത്. വിശുദ്ധീകരിക്കുന്നവനും സംരക്ഷകനും പരിപാലകനും വീണ്ടെടുപ്പുകാരനുമായി നല്ല ഇടയനുമായി നടന്നതായ ആ യഹോവയാണ് ഈ പ്രവാചകനിൽ കൂടി ജനത്തോട് പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. ഇങ്ങനെ മടങ്ങിച്ചെല്ലുവാനായിട്ട് പറയുമ്പോൾ അവിടെ എന്തോ ഇവരുടെ യാത്രയിൽ, ഇവരുടെ നടപ്പിൽ, ഇവരുടെ ഗമനങ്ങളിൽ സ്ഥിരത നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ചിന്തകളിൽ, ഇവരുടെ ആലോചനകളിൽ, ഇവരുടെ വാക്കുകളിൽ എവിടെയോ സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്നതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകനിൽ കൂടി അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമായിട്ട് വരുന്നത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെയുള്ളതായ ഓർമ്മപ്പെടുത്തൽ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കാലങ്ങൾക്ക് മുമ്പേ ഓർമ്മപ്പെടുത്തലുമായി കടന്നു വന്നതായ മനുഷ്യന്റെ ദുഷ്ടതകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കടന്നു വന്നതായ മനുഷ്യനെ അന്നത്തെ സമൂഹം കുരിശിലേറ്റ് കൊന്നു. പിന്നെ നമ്മുടെ ഈ ജീവിത വർത്തമാന കാലഘട്ടത്തിലേക്ക് കടന്നു വന്നതായ ഒരു മനുഷ്യനെ സാമൂഹികമായ തിന്മകളെന്ന്
ആ മുദ്ര കുത്തപ്പെട്ടതായ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ മുദ്ര കുത്തപ്പെടുന്നതായ മറ്റൊരു സമൂഹം ആ വ്യക്തിയെ തോക്കിനിരയാക്കി. എന്നും നന്മകൾ സുവിശേഷിക്കുവാൻ, നന്മകൾ പകർന്നു നൽകുവാനായിട്ട് തയ്യാറായവർ ആ വാക്കുകളുമായി നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോവുകയാണ്. നമ്മുടെ ചെവികൾ അവരുടെ നേരെ കുട്ടിയടയ്ക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണ്. അവരുടെ വാക്കുകളെ മനസ്സിലാക്കിയെടുക്കുവാൻ നിൽക്കാതെ നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സുകളും മറ്റു തലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. നമ്മുടെ ദുഷ്ടതകളും നമ്മുടെ അസന്മാർഗികമായ ചിന്തകളും സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്നതെന്ന് വിളിച്ചു പറയുന്നതായ തൂലികകളും വാക്കുകളും വരകളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ, അതിനെ കാണുവാൻ കഴിയാതെ നമ്മുടെ കണ്ണുകൾ അടച്ചു വെക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും വ്യഗ്രത കാട്ടുകയാണ്. സമൂഹത്തിന് നന്മകൾ പകർന്നു കൊടുക്കേണ്ടതായ ഭരണാധികാരികൾ നന്മകൾക്ക് പകരം തിന്മകളുടെ കൂമ്പാരങ്ങൾ സമൂഹത്തിലേക്ക് കുമിച്ചു കൂട്ടുമ്പോൾ എവിടെയാണ് നന്മകളെ അറിയുവാനും അതിനെ പകർന്നു കൊടുക്കുവാനും നമുക്ക് നമ്മുടേതായ സ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇസ്രായേലിന് യഹോവയായ ദൈവം ആരാണ് എന്ത് എന്നുള്ളത് നമ്മൾ കണ്ടു. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. യഹോവ ആരാണെന്നും മനസ്സിലാക്കി. ഇനിയും എവിടെ നിന്നാണ് ഈ സമൂഹം മടങ്ങി വരേണ്ടത് എന്നുള്ളതാണ് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത്. എവിടെയാണ് ഇവർക്ക് വീഴ്ചകൾ പറ്റിയത്? എവിടെയാണ് ഇവരുടെ ചിന്തകൾ വൈകല്യമാക്കപ്പെട്ടത്? എവിടെയാണ് ഇവരുടെ വാക്കുകൾ വികൃതമാക്കപ്പെടുന്നത്? അല്ലെങ്കിൽ എപ്പോഴാണ് ഇവരുടെ ചിന്തകൾ സമൂഹത്തിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതായ തരത്തിലേക്ക് വന്നു പോകുന്നത്? ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സമൂഹത്തിന് ഒരു ഭാരമായി തീരുമ്പോൾ, സമൂഹത്തിന് ജീവിതം ഭാരമാകുന്നത് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ സമൂഹത്തിന് നമ്മൾ പലപ്പോഴും പാരകളാക്കി തീർക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. ഇസ്രായേല് നടന്നു വന്നതായ പിന്നിട്ടതായ കാലഘട്ടത്തിലൊക്കെ അവരുടെ ജീവിതത്തിൽ വൈഷമ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈഷമ്യങ്ങളിലും സന്തോഷത്തിൻ്റെ അനുഭവം യഹോവയായ ദൈവം പകർന്നു നൽകിയിട്ടുണ്ട്. ഈ ജനത്തെ കൊണ്ട് എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ഈ ജനത്തെ കൊണ്ട് ചില ആവശ്യങ്ങൾ എനിക്കുണ്ട്. ഇവരെയും കൊണ്ട് എനിക്ക് ചില കടമകൾ നിറവേറ്റുവാനായിട്ടുണ്ട്. ഈ ജനത്തെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് എനിക്ക് കൊണ്ടെത്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ യഹോവയായ ദൈവം ഈ സമൂഹത്തെ സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ടെത്തിക്കുകയാണ്. കൊണ്ടെത്തിച്ചതിൻ്റെ അവസാനം അവർക്ക് ലഭിക്കുന്നത് സമൃദ്ധമായ അനുഭവമാണ്. ഈ സമൃദ്ധമായ അനുഭവം ലഭിക്കുന്നതായ സാഹചര്യത്തിൽ ഹോശേയ പുസ്തകം 8-ാം അധ്യായം 6 മുതലുള്ളതായ ഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നത്, അവിടെ ചെന്നതായ സാഹചര്യത്തിൽ ബലിപീഠങ്ങൾ ഉണ്ടാക്കുവാനും അവിടെ ധൂപാർപ്പണം നടത്തുവാനും ഈ സമൂഹം തയ്യാറാവുകയാണ്. ഇവർക്ക് പിന്നീടുള്ളതായ ആലോചനകൾ അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, എൻ്റെ ജനം തങ്ങളുടെ മരങ്ങളോട് അരുളപ്പാട് ചോദിക്കുന്നു, അവരുടെ വടി ലക്ഷണം പറയുന്നു, പരസംഗമോഹം അവരെ ഭ്രമിപ്പിക്കുന്നു, അവർ തങ്ങളുടെ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്നു, അവർ പർവ്വത ശിഖരങ്ങളിൽ ബലി കഴിക്കുന്നു, കുന്നുകളിൽ നല്ല തണലുള്ള കരുവേലകത്തിൻ്റെയും പുന്നയുടെയും ആലിൻ്റെയും കീഴെ ധൂപം കാട്ടുന്നു. ഹോശേയ പുസ്തകം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അവർ ചെന്നതായ സമൂഹത്തിൽ അവർ തങ്ങളുടെ മരങ്ങളോട് അവിടെയുള്ളതായ വൃക്ഷങ്ങളോട് അരുളപ്പാട് ചോദിക്കുകയാണ്. തങ്ങളുടെ കൈവശമുള്ളതായ വടികളോട് ലക്ഷണം ചോദിക്കുന്ന ഒരു സമൂഹം പിന്നെ പോകുന്നു പർവ്വത ശിഖരങ്ങളില് ധൂപം കാട്ടുവാനായിട്ട്. തണലുള്ളതായ പുന്നയുടെയും കരുവേലകത്തിന്റെയും അരികെ അതിന്റെ ചുവട്ടിൽ തിന്നുകൊണ്ട് ധൂപം കാട്ടുവാനായിട്ട് തയ്യാറാകുന്നതായ സമൂഹം.
നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ പ്രവണതകളും ആയിട്ട് എവിടെയെങ്കിലും ഒരു സാമീപ്യം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഈ സമൂഹം കാട്ടിക്കൂട്ടിയതായ വിക്രിയകൾ, അത്തരത്തിലുള്ളതായ രീതികളും സ്വഭാവങ്ങളും ഒക്കെ നമ്മുടെ ഈ വർത്തമാന കാലത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതിനെ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ ഈ വാക്യം നമ്മളോട് സംസാരിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, നിന്റെ അകൃത്യത്തിൽ നിന്ന് മടങ്ങി വരണം. ഈ സമൂഹത്തിന്റെ അകൃത്യം എന്ന് പറയുന്നത് യഥാർത്ഥമായി ദൈവത്തെ വിട്ടിട്ട് അന്യദൈവങ്ങളുള്ളതായ ആരാധനയിലേക്ക് ഈ സമൂഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിന്റെ ഭാഗത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 19-ാം അധ്യായം മുതലുള്ളതായ ഭാഗത്ത് യഹോവയെ ദൈവം മോശയെ സീനായി പർവ്വതത്തിലേക്ക് വിളിക്കുകയാണ്. ജനത്തെ നേർവഴിക്ക് നയിക്കുവാൻ തക്കവണ്ണം കൽപ്പനകളൊക്കെ കൊടുക്കുവാൻ തക്കവണ്ണമാണ് മോശയെ സീനായി മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അഹറോൻ ജനത്തോടൊപ്പം താഴെ നിൽക്കുകയാണ്. മോശ ഇറങ്ങി വരുവാനായിട്ട് കാലങ്ങൾ പിന്നിടുകയാണ്, സമയങ്ങൾ അധികം എടുക്കുകയാണ്. മോശയുടെ വരവ് താമസിക്കുന്നത് കണ്ടിട്ട് ജനം അഹറോനോട് പറയുന്നു, ഞങ്ങൾക്ക് മുൻപിൽ നടക്കുവാൻ തക്കവണ്ണം, ഞങ്ങൾക്ക് ആരാധിക്കുവാൻ തക്കവണ്ണം ഒരു ദൈവ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുക. ജനത്തിൻ്റെ ആരവം അധികമായിട്ട് അഹറോൻ അവിടെ ഉണ്ടായിരുന്നതായ സ്വർണങ്ങളൊക്കെ എടുത്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുകയാണ്. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയ ജനം അതുവരെയും തങ്ങളെ നടത്തിയതായ ദൈവത്തെ മറന്നിട്ട് ഈ കാളക്കുട്ടിയെ മുന്നിലെടുത്തുകൊണ്ട് ഇതാണ് ഞങ്ങളെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചതായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്തുതിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. ഈ ജനത്തിന്റെ അന്യദൈവങ്ങളുടേതായ ആരാധന അങ്ങ് ദൂരെ നിന്നേ തുടങ്ങിയതാണ്. കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ജനത്തിന്റെ അന്യദൈവങ്ങളുടേതായ ആരാധന തുടങ്ങിയതാണ്. സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെ നിന്റെ ഹൃദയവും ആയിരിക്കും. ഇത് മാത്രമാണ് ഈ സമൂഹത്തിന്റെയും ചിന്ത. ഇവരുടെ ലക്ഷ്യങ്ങളും ഇവരുടെ നിക്ഷേപങ്ങളും അന്നേക്കുള്ളതായ ആഹാരത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അതുവരെയും നടത്തിയതായ പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നതായ ആ ദൈവത്തെ അവരങ്ങ് ഉപേക്ഷിച്ച് മറന്നു കളയുവാനായിട്ട് തയ്യാറാവുകയാണ്. അതിൻ്റെ അനുഭവത്തിലാണ് അങ്ങനെയുള്ളതായ ദൈവത്തെ വാർത്തുണ്ടാക്കുവാനായിട്ട് തയ്യാറാവുന്നത്. എന്നിട്ടും ആ യഹോവയായ ദൈവം പിന്നെയും ഈ ജനത്തെ സ്നേഹിച്ചിട്ടാണ് കനാൻ നാട്ടിലേക്ക് കൊണ്ടെത്തിച്ചത്. കനാൻ നാട്ടിൽ കൊണ്ടെത്തിച്ചതിന്റെ അനുഭവത്തിലും പിന്നെയും ഈ സമൂഹം അത്തരമുള്ളതായ വീഴ്ചകളിലേക്ക് മടങ്ങിപ്പോകുകയാണ്. അത്രമാത്രം കൊള്ളരുതായ്മകളും മ്ലേച്ഛതകളും നിറഞ്ഞതായ അനുഭവത്തിലേക്ക്, അന്യദൈവങ്ങളുടേതായ ആരാധനയിലേക്ക് പരസംഗമോഹത്തിൽ വീണിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരസംഗമോഹം എന്ന് പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്യദൈവങ്ങളുടേതായ ആരാധനയാണ് പരസംഗമോഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം വേണ്ടാത്തതായ അന്യദൈവങ്ങളുടേതായ ആരാധനയിലേക്ക് സമൂഹം മാറിപ്പോകുകയാണ്. ഈ കനാൻ നാട്ടിൽ അവർക്ക് ലഭിച്ചതായ അഭിവൃദ്ധിയും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെയും ഈ കനാനിലുള്ളതായ ബാൽ ദൈവങ്ങൾ ഞങ്ങൾക്ക് തന്നതാണ് എന്ന് അവരുടെ ചിന്തകൾ മാറ്റപ്പെടുത്തിക്കൊണ്ട് ജീവനുള്ള ദൈവത്തെ മറക്കുവാൻ തക്കവണ്ണം ഈ സമൂഹം തയ്യാറാവുകയാണ്. ഈ സമൂഹത്തെ കണ്ടിട്ടാണ് യെശയ്യാപ്രവചൻ പറഞ്ഞത്. അത് വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഭവനങ്ങളിൽ പാടുന്നുണ്ട്. യെശയ്യാപ്രവചന്റെ പുസ്തകം 1-ാം അധ്യായം, കാളതന്റെ ഉടയവന്റെ കഴുത തന്റെ കാളയും കഴുതയും തൻ്റെ ഉടയവന്റെ ഭവനങ്ങളെ പറ്റി, ഉടയവനെ പറ്റി നല്ല ബോധ്യമുള്ളവരാണ് എന്ന് പറയുകയാണ്. പിന്നെയും യെശയ്യാപ്രവചൻ പറയുന്നതായ കാര്യങ്ങൾ, അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കും ജനം, ദൈവമാരം അറിയുന്നില്ല. അകൃത്യഭാരമുള്ളതായ ജനം, ദുഷ്ടതയും മ്ലേച്ഛതയും പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നതായി സമൂഹം.
പിന്നെയും ഈ സമൂഹത്തെ യഹോവയായ ദൈവം സന്തോഷത്തോടെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയാണ്. അന്യദേവന്മാരുടെ മുമ്പാകെ ധൂപം കാട്ടി ബാൽ ദൈവങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ പോയി അവിടെ വിശ്രമിക്കുവാനായിട്ട് തയ്യാറാവുന്നതായ സമൂഹം. ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് കടന്നു വരുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ ആഗ്രഹവും ഇഷ്ടവും അനുസരിച്ചുള്ള യാത്രയിൽ പലപ്പോഴും ഇവർക്ക് ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ശത്രുക്കളുള്ളതായ ആ ഒരു എതിരടിയിൽ പലപ്പോഴും ഇവർക്ക് വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞതായ നിയമപ്പെട്ടകവും പേറിയുള്ളതായ ഇവരുടെ യാത്രയിൽ യഹോവയായ ദൈവം അവർക്ക് വിജയത്തിൻ്റെ അനുഭവം നൽകുന്നുണ്ട്. എന്നാൽ 1 ശമൂവേൽ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത മിസ്പയിൽ ഒന്നിച്ചുകൂടി തങ്ങളുടെ അകൃത്യങ്ങളെപ്പറ്റി ചിന്തിച്ചതായിട്ട് അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. 1 ശമൂവേൽ 7-ാം അധ്യായം 6-ാം വാക്യം, മിസ്പയിൽ ഒരുമിച്ചുകൂടി ഉപവസിച്ച് യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനത്തിന്റെ അകൃത്യം അവർക്ക് ദൈവിക സാന്നിധ്യം നിറഞ്ഞതായ നിയമപ്പെട്ടകം യഹോവയായ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് സമൂഹത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ നിയമപ്പെട്ടകം പിടിച്ചുകൊണ്ട് ഫിലിസ്ത്യ സൈന്യം പിൻവാങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ ചില ബോധോദയം ഉണ്ടാകുക. മിസ്പ എന്ന വാക്കിന്റെ അർത്ഥം കയ്പ് എന്നാണ്. ഈ കയ്പിന്റെ അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് അവരുടെ ഇടയിൽ നിന്ന് ദൈവ സാന്നിധ്യം മാറിപ്പോയി എന്ന് മനസ്സിലാക്കുന്നതിന്റെ അവസാനത്തിലാണ്. അവർക്ക് പരാജയം നേരിട്ടപ്പോഴാണ് അവർക്ക് എവിടെയോ വീഴ്ചകൾ കുറവുകൾ പറ്റി എന്ന് ഓർത്തെടുക്കുവാനായിട്ട് തയ്യാറാവുന്നത്. അവിടെയാണ് അവർ ഒരുമിച്ച് കൂടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുവാനായിട്ട് തയ്യാറാവുന്നത്. അവിടെ അവർക്ക് അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് മടങ്ങി ചെല്ലുവാനായിട്ടുള്ളതായ ഒരു ഉത്ബോധനമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ആരും ഒരു പക്ഷെങ്കിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നില്ല. പക്ഷെങ്കിൽ ആ നിയമപ്പെട്ടകത്തിന്റെ ആ സാന്നിധ്യമില്ലായ്മ അതാണ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഉള്ളതായ അവസരമാണ്, അനുഭവമാണ് എന്നുള്ളത് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം തരുന്നതായ അനുഭവം നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും സങ്കടങ്ങളും വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലുവാനായിട്ടുള്ളതായ ഒരോർമ്മപ്പെടുത്തലാണ് അത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യഹോവയെ ദൈവം പ്രവാചകനിൽ കൂടി പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. കയ്പിന്റെ അനുഭവത്തിൽ നിന്ന് നിനക്കൊന്ന് മടങ്ങി ചെല്ലുവാനായിട്ട് സാധിക്കണം. സമൂഹത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നതായ സമൂഹത്തിന്റെ ചിന്തകൾക്കും ആലോചനകൾക്കും നല്ല നിലയിൽ സ്ഥാനം കൊടുക്കാത്തതായ നിന്റെ ആലോചനകളുണ്ടല്ലോ, അതിൽ നിന്ന് നിനക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6-7 വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവരോട് കരുണ കാണിക്കും. യഹോവയെ ദൈവം പറയുകയാണ്, നിനക്ക് പ്രവാചകനിൽ കൂടി പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് നിനക്കത് അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ദുഷ്ടൻ തന്റെ വഴിയെ വിട്ടിട്ട് തിരികെ വരുമ്പോൾ അവനോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം, അകൃത്യങ്ങളെ പറ്റി ബോധ്യമുണ്ടായിട്ട് അതിൽ നിന്ന് നിനക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിനക്ക് ദൈവം വലിയൊരനുഭവം ഒരുക്കി തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അകൃത്യത്തിൽ നിന്ന് മടങ്ങി വരുവാനായിട്ട് ഈ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജനത്തിന്റെ അകൃത്യം എന്തേ എന്നുള്ളത് നമ്മൾ ഓർത്തു, അത് നമ്മൾ മനസ്സിലാക്കി. അന്യദൈവങ്ങളുടേതായ ആരാധന ഒന്ന് മാത്രമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. വീഴ്ച സംഭവിച്ചതായ അകൃത്യങ്ങളിൽ നിന്ന് മടങ്ങി വരുവാനായിട്ടുള്ളതായ ആഹ്വാനം യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തില് 13-ാം വാക്യത്തിലായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവനുള്ള പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്, ജീവനുള്ളതായ ജലത്തിന്റെ ഉറവയെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചതായ സമൂഹത്തോട് ഇസ്രായേൽ ജനത്തെ പ്രവാചകൻ ഉപമിക്കുകയാണ്.
ഈ ജനത്തിന്റെ അകൃത്യങ്ങൾ വലുതാണ്. ഒരുപക്ഷെങ്കിൽ നമ്മൾ പറഞ്ഞേക്കാം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല, ഒരു അന്യദൈവങ്ങളുള്ളതായ ആരാധനയിലും ഞാൻ പോയിട്ടില്ല, യഥാർത്ഥമായ ദൈവത്തെ അല്ലാതെ ഞാൻ ഒരിക്കലും വിളിച്ചിട്ടുമില്ല, ജീവജലത്തിന്റെ അനുഭവത്തെ വിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടുമില്ല. ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ വിളിച്ചു പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നിശബ്ദമായി നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും യഥാർത്ഥമായ ദൈവത്തെ മറന്നിട്ട് മറ്റെന്തെങ്കിലേക്കും എൻ്റെ ചിന്തകൾ മാറ്റപ്പെട്ടിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഓർമ്മിപ്പിച്ചു, നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെ നമ്മുടെ ഹൃദയവും ആയിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടത് എന്താണോ അതിലേക്ക് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ജീവിതവും മാറ്റപ്പെട്ടു പോകുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ഭാര്യയാകാം, നമ്മുടെ ഭർത്താവാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ കുഞ്ഞുങ്ങളാകാം, നമ്മുടെ സമ്പാദ്യങ്ങളാകാം, ഏതിലേക്ക് അധികമായി നമ്മുടെ ശ്രദ്ധ മാറ്റപ്പെട്ടു പോകുന്നുവോ അവിടെ അന്യദൈവങ്ങളുള്ളതായ ആരാധന തുടങ്ങുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. യിരെമ്യാ പ്രവചനിൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് ജീവജലത്തിന്റെ അനുഭവത്തെ വിട്ടുകളഞ്ഞതായ ജനത. ഇപ്പം ജലം അധികമായിക്കൊണ്ടിരിക്കുന്നതായ ആ ഒരു സമയം അത് ആവശ്യമാണ്. കുടിക്കുവാനായിട്ട് നല്ല ജലത്തിന്റെ എപ്പോഴും ജനങ്ങൾക്ക് ആവശ്യമാണ്. അതിന് കിണറുകളെ സമൂഹം കുഴിച്ച് എടുക്കാറുണ്ട്. അതിൽ നിന്ന് നല്ല ജലം കോരിയെടുക്കുവാൻ തക്കവണ്ണമാണ്. എന്നാൽ പൊട്ടക്കിണറുകളെ വീണ്ടും വീണ്ടും കുഴിക്കുവാനായിട്ട് ഒരു സമൂഹവും ഒരിക്കലും തയ്യാറാവുകയും. എന്നാൽ യിരെമ്യാ പ്രവചനം ഓർമ്മിപ്പിക്കുന്നത് ജീവജലത്തിന്റെ ഉറവയെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകളെ കുഴിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നതായ സമൂഹമാണ്. ഈ പൊട്ടക്കിണറുകളെ കുഴിക്കുവാനായിട്ട് അവന്റെ ആരോഗ്യം, അവന്റെ ബുദ്ധി, അവന്റെ സമ്പാദ്യം ഇതെല്ലാം ഉപയോഗിച്ച് മതിയാകുകയുള്ളൂ. ഇതൊക്കെ വ്യർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവും ബുദ്ധിയും സമ്പത്തും അവനും അവന്റെ പിൻതലമുറയ്ക്കും വേണ്ടി അവൻ അധികമായി ഉപയോഗിക്കേണ്ടതാണ്. അത് അവിടം കൊണ്ട് അവന് അവസാനിപ്പിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. ഓർക്കുക, നമ്മുടെ ജീവിതം യഥാർത്ഥമായ ദൈവത്തോടുള്ളതായ ആരാധനയിൽ നിന്ന് ലംഘിക്കപ്പെട്ടിട്ട് മറുവഴിയായി മാറ്റപ്പെട്ടു പോകുമ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ആരോഗ്യവും ബുദ്ധിയും നമ്മളിലുള്ളതായ സമ്പാദ്യവും ഒക്കെ വ്യർത്ഥമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നതായ പിൻതലമുറയ്ക്ക് വേണ്ടി നല്ലത് കാത്തുവെക്കേണ്ടതിനു പകരം ആരോഗ്യമില്ലാത്തതായ ശരീരവും ബുദ്ധിയില്ലാത്തതായ മനുഷ്യജീവിതവും സമ്പാദ്യങ്ങളില്ലാത്തതായ സാമൂഹ്യ ജീവിതം ഒക്കെ നമ്മൾ എങ്ങനെ ഉയർത്തിയെടുത്തതുകൊണ്ട് എന്ത് പ്രയോജനം ലഭിക്കും? നമ്മുടെ അകൃത്യങ്ങളെ പറ്റി നമുക്ക് ബോധ്യമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ശാന്തമായി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ചിന്തകളെ പായിക്കുവാനായിട്ടുള്ളതായ ഒരു അനുഭവമാണ്. അല്പം ഏകാന്തതയ്ക്ക് വേണ്ടിയിട്ടാകാം നമ്മൾ ഇവിടേക്ക് കടന്നു വരുന്നത്. ഒരുപക്ഷെ മറ്റു ചിലരൊക്കെ കാഴ്ചകൾക്ക് വേണ്ടിയിട്ടാകാം. അത് നമ്മൾ തന്നെ മാറ്റി നമ്മൾ തന്നെ ചിന്തിച്ച് ഏതിനു വേണ്ടി ഞാൻ ഇവിടേക്ക് കടന്നു വന്നുവോ അത് നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിച്ചോ എന്ന് മനസ്സിലാക്കണം. ഏകാന്തമായിരിക്കുവാൻ വന്നവന് അതിൽ നിന്ന് ലക്ഷ്യം പ്രാപിക്കുവാനായിട്ട് സാധിച്ചോ? കാഴ്ചകൾ കാണുവാൻ വന്നവന് നല്ല കാഴ്ചകളെ കാണുവാനായിട്ട് സാധിച്ചോ? ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര വ്യർത്ഥമായി പോകുകയാണ്. ഇല്ലെങ്കിൽ ഇവിടേക്കുള്ളതായ നമ്മുടെ ഇരിപ്പ് വ്യർത്ഥമായി പോകുകയാണ്. ഏതെങ്കിലും ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒന്നുകിൽ ഏകാന്തമായുള്ളതായ ശാന്തമായുള്ള ഇരിപ്പിൽ നമ്മളെ തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും നല്ല കാഴ്ചകളെ കാണുവാനും ആ കാഴ്ചകളുടെ അനുഭവം സമൂഹത്തിന് വേണ്ടി പകർന്നു കൊടുക്കുവാനും തരത്തിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് നല്ല അനുഭവം പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കണം. ഇത് രണ്ടുമില്ലാതെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും എവിടെയൊക്കെയോ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ അകൃത്യങ്ങളിൽ നിന്ന് അന്യദൈവങ്ങളുടേതായ ആരാധനയിൽ നിന്ന് നിനക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കണം. ദൈവത്തെ വിഗ്രഹമാക്കി
ആ മുൻപിലിരിക്കുന്നതായ അനുഭവത്തെ വിഗ്രഹം എന്ന് കണക്കുകൂട്ടി അതിനെ ആരാധിക്കുവാനോ അതിനോ മനസ്സിലാക്കുവാനോ നിനക്ക് കഴിയുവാനായിട്ടിടയാകരുത്. മറിച്ച് നിന്റെ ജീവിതത്തിൽ ആരോഗ്യവും ബുദ്ധിയും സമ്പാദ്യവും തന്ന് നിന്നെ പുലർത്തുന്നതായ ദൈവമായിട്ട് നിനക്കതിനെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കണം. നിന്റെ ജീവിതത്തിൽ കൂടി ആ ദൈവത്തെ സമൂഹത്തിന് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിയാൽ മൃഗങ്ങൾക്കൊക്കെ അതിൻ്റെ വർത്തമാന കാലത്തിൽ മാത്രമേ വിശപ്പുള്ളൂ. അതായത് ആ ജീവിക്കുന്നതായ സാഹചര്യത്തിൽ അതിന് ഭക്ഷിക്കണം എന്നുള്ളത് മാത്രം. എന്നാൽ മനുഷ്യനിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞ്, മനുഷ്യനിലാണെങ്കിലോ കഴിഞ്ഞ കാലത്തെപ്പറ്റിയും ജീവിക്കുന്ന കാലത്തെപ്പറ്റിയും വരുവാനുള്ള കാലത്തെപ്പറ്റിയും അവന് വിശപ്പാണ്. എങ്ങനെയാ പിന്നെ നമ്മുടെ ജീവിതം നല്ലതിൽ നിന്ന് മടങ്ങി വരേണ്ടത്? കഴിഞ്ഞു പോയതിനെ കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കുവാനുള്ളതായ കാലത്തെപ്പറ്റിയും മനുഷ്യൻ അധികമായി വിശപ്പ് വന്നുകൊണ്ടിരിക്കുകയാ. പിന്നെയും സമ്പാദിച്ചതൊന്നും പോരാ, അല്ലെങ്കിൽ ഇപ്പോഴെന്റെ കയ്യിലുള്ളത് ഒന്നും മതിയാകയില്ല എന്ന് പറയുമ്പോൾ ആ യഥാർത്ഥമായ ദൈവത്തെ നമ്മൾ മറന്നുപോകുന്ന ഒരു അനുഭവമല്ലേ? യഥാർത്ഥമായ ദൈവം നമ്മുടേതായ ജീവിതത്തിന് എല്ലാ അനുഭവങ്ങളും തന്നിട്ടില്ലേ? ആ ഇസ്രായേൽ ജനത മിസ്രൈമിൽ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ അവർക്ക് മഞ്ഞയുടെ അനുഭവം കൊടുത്തു. അത് നാളെ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ശേഖരിച്ചു വെച്ചതായ ശേഖരം പിറ്റേ ദിവസത്തേക്ക് നോക്കുമ്പോൾ പുഴുവരിച്ചു പോകുന്നതായ ഒരു അനുഭവം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ നാളേക്ക് അടുത്ത നിമിഷത്തേക്ക് ഒരുക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ പോകുമ്പോൾ നിനക്ക് മറ്റു ദൈവങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെങ്കിൽ ഉത്തമമായ പ്രത്യാശയോടെയുള്ളതായ ഒരു കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിനൊടുവിൽ ദൈവം എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി സമൂഹത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവത്തെ പ്രാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അധികമായ ത്യാഗങ്ങൾ വേണം, അധികമായ സമർപ്പണം വേണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവനൊരു സമൂഹത്തിൽ നിന്ന് ഒരു കൂട്ട് തിരയാറുണ്ട്. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സമൂഹത്തിൽ നിന്ന് അവനൊരു സഹായം ആഗ്രഹിക്കാറുണ്ട്. ഏതെങ്കിലും പ്രതിസന്ധികളിൽ ഉയരുമ്പോൾ അതിൽ നിന്നൊന്ന് കരകയറ്റി കൊണ്ടുവരുവാനായിട്ട് അവൻ എപ്പോഴും ഒരു സഹായമുള്ളതായ കരം പ്രതീക്ഷിക്കുന്നുണ്ട്. മനുഷ്യന് കൂട്ടും വേണം, സഹായം വേണം, സംരക്ഷിക്കുന്നതായ ഒരു കരവും വേണം. ഈ സഹായവും കൂട്ടുകാരനായും നിന്നെ പ്രയാസത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നതായ കരമായും യഹോവയെ ദൈവം നിന്നോടുകൂടെ ഉണ്ട് എന്നുള്ളത് നീ മറന്നു പോകുകയാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ട് ഇനിയും ഒരു രക്ഷയില്ലാതാക്കുവാനായിട്ട് അവന്റെ ബുദ്ധി എന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നുവോ പിന്നെ അവൻ പോകുന്നത് അന്യദൈവങ്ങളുള്ളതായ ആരാധനയിലാണ്. അതിലൊക്കെ ഉപരിയായി പരിശുദ്ധ മാമോദീസായിൽ കൂടി ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുന്നതായ സമൂഹത്തിന് ആത്യന്തികമായി പറയുവാനായിട്ട് സാധിക്കണം, എനിക്ക് പ്രയാസമുണ്ടാകുമ്പോൾ എനിക്ക് കൂട്ടായി എൻ്റെ ദൈവമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സഹായമായ എൻ്റെ ദൈവമുണ്ട്, ഞാൻ പ്രതിസന്ധിയിൽ ഉയരുമ്പോൾ എന്നെ കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം എനിക്ക് മുമ്പായി എനിക്ക് പിൻപിലായി എൻ്റെ രണ്ട് വശങ്ങളിലായി ഉണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കണം. പക്ഷേ ഇസ്രായേൽ ജനത അങ്ങനെ പറയുവാനോ സമൂഹത്തിന് അങ്ങനെ കാട്ടിക്കൊടുക്കുവാനായിട്ടോ തയ്യാറായി നിൽക്കാതെ അന്യദൈവങ്ങളുള്ളതായ കനാൻ നാട്ടിൽ നിന്ന് ലഭിച്ചതായ അനുഭവത്തിൽ ആ സമൃദ്ധിയിൽ അവിടുത്തെ ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാനും ആ ചിന്തകളിലേക്ക് അവർ മാറി നിൽക്കുവാനും തയ്യാറായി അവരങ്ങനെ അകൃത്യ ജീവിതത്തിൽ മുൻപോട്ട് പോകുകയാണ്. ഹോശേപ്രവന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലുള്ളതായ ഒരു വാക്യം ഇപ്രകാരമാണ്: യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ, അവയെ മനസ്സിലാക്കുന്നവൻ അവയിലേക്ക് തിരിഞ്ഞു വരും. ഓർക്കണം, ഇസ്രായേൽ ജനത്തോട് പറയുന്നു, യഹോവയെ ദൈവം പ്രവാചകനിൽ കൂടി പറയുന്നു, യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ. യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ എന്ന് പറയുമ്പോൾ അവയിൽ എല്ലാം അടങ്ങിയിരിക്കുകയാണ്. പുണ്യപ്രവർത്തികളുടെ എല്ലാ അനുഭവവും യഹോവയുടെ വഴികളിൽ അടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നല്ല പിതാക്കന്മാരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. അവയെ പലപ്പോഴും നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചെടുക്കാറുമുണ്ട്. അതെന്തുകൊണ്ടാണ്?
നല്ല അനുഭവം നമ്മുടെ ജീവിതത്തിൽ തന്നതുകൊണ്ടാണ്. നമുക്ക് മുൻപേ നടന്നു പോയപ്പോൾ നമുക്ക് നടന്നു പോകേണ്ടതായ വഴിയിൽ മുള്ളുകളും കല്ലുകളും ഉണ്ടായിരുന്നതൊക്കെ പറക്കി മാറ്റി നല്ല പാതയൊരുക്കി കടന്നുപോയതായ ഒരു സമൂഹമുണ്ട്. ആ സമൂഹം പ്രയാസമനുഭവിച്ചാണ് കടന്നുപോയത്. കടന്നുപോയതായ വഴികളിൽ നമുക്ക് വേണ്ടി സുഖമായ ഒരു പാത തീർത്തിട്ടാണ് കടന്നുപോയത്. ചൊവ്വുള്ളതായ ഒരു വഴികൾ സമൂഹം തീർത്തിട്ടാണ് നമ്മുടെ പിതാക്കന്മാർ മുൻപേ കടന്നുപോയത്. അങ്ങനെയുള്ളവരുടെ ഓർമ്മകളാണ് എപ്പോഴും നമ്മുടെ മുമ്പിൽ ദീപ്തമായി നിലനിൽക്കുന്നത്. യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ എന്ന് പറയുമ്പോൾ യഹോവയുടെ വഴികളിൽ നീതിയും സത്യവും എന്നും കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നന്മയുടെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അനുഭവം ആ വഴികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായ വഴികളിൽ നമുക്കൊന്ന് നടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ഇസ്രായേൽ ജനത്തിന് അങ്ങനെയുള്ളതായ വഴികൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രവാചകന്റെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ യഹോവയായ ദൈവം പ്രവാചകനിൽ കൂടി ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം സ്നേഹം ഈ ജനത്തോടുണ്ടായിരുന്നു, എത്രമാത്രം കരുതല്, എത്രമാത്രം വാത്സല്യം ഈ സമൂഹത്തോട് ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും പാടി അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതായ വരികളാണ് ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹമേരിവാ മനുഷ്യരി എന്തു നന്മ കണ്ടു നീരേക്ഷാകാര. മനുഷ്യരിൽ എന്ത് നന്മ കണ്ടിട്ടാണ് നീ ഇത്രമാത്രം ഈ സമൂഹത്തെ സ്നേഹിക്കുന്നത്? നമ്മളൊന്ന് ശാന്തമായി ചിന്തിച്ചേ. നമ്മുടെ ജീവിതത്തിലെ എന്ത് നന്മകൾ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിനുമുമ്പാകെ എത്ര നല്ല പ്രവർത്തികൾ ചെയ്തിട്ടാണ് ആ ദൈവം പിന്നെയും പിന്നെയും നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ഒരുക്കുന്നത്? പലപ്പോഴും നമ്മൾ ആ ദൈവത്തോട് പെറുപുറത്ത് നിന്നിട്ടല്ലേ ഉള്ളൂ. പലപ്പോഴും ആ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പിന്തിരിഞ്ഞു പോകുന്നതായ അനുഭവമല്ലായിരുന്നോ? മനസ്സിലാക്കിയ ദൈവത്തെ സമൂഹത്തിന് പകർന്നു കൊടുക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ ആ ദൈവത്തെ സമൂഹത്തിനൊന്ന് വർണ്ണിച്ചു കൊടുക്കുവാൻ കഴിയാതെ നമ്മുടെ വാക്കുകൾ നിശബ്ദമാക്കി കളഞ്ഞില്ലേ നമ്മൾ പലപ്പോഴും? എന്നിട്ടും ആ ദൈവം എത്രയോ അധികമായി നമ്മെ സ്നേഹിക്കുകയാണ്. പ്രവാചകന്റെ വാക്കുകളിൽ കൂടി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെയധികമായി സ്നേഹിച്ച് പരിപാലിച്ചിരുന്നതായ സമൂഹത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു, ചെറിയ തിരമാലകൾ നനഞ്ഞതായ തീരങ്ങളെ വീണ്ടും വീണ്ടും നനയ്ക്കുന്നു. വലിയ തിരമാലകൾ നനയാത്തതായ തീരങ്ങളെ വീണ്ടും നനയ്ക്കുവാൻ തക്കവണ്ണം വെമ്പൽ കൊള്ളുകയാണ്. പ്രവാചകന്റെ വാക്കുകൾ, ഇസ്രായേലി നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. യഹോവ ആരാണെന്ന് മനസ്സിലാക്കി ജനത്തിന്റെ അകൃത്യവും ആരാണെന്ന് നമ്മൾ ധ്യാനിച്ചു. ഇനിയും ഈ സമൂഹത്തോട് പറയുന്നതായ ഒരു അനുഭവം, നിന്റെ ദൈവമായ അടുക്കിലേക്ക് മടങ്ങി വരിക എന്നുള്ളതായ ഒരു അനുഭവമാണ്. മടങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും പലതും നമ്മൾ ഉപേക്ഷിക്കും. വഴിയാത്രക്കാരൻ അവന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പോകുമ്പോൾ അവന്റെ കയ്യിൽ പാതയമുണ്ടാകും, പൊതിച്ചോറുണ്ടാകും. ഈ പൊതിച്ചോറ് അവൻ്റെ ശരീരത്തിന്, അവൻ്റെ നടപ്പിന്, അവൻ്റെ ചിന്തകൾക്ക് ഊർജം പകരുവാൻ തക്കവണ്ണം. ഈ ലക്ഷ്യം പൂർത്തീകരിച്ച് തിരികെ അവൻ പോകുമ്പോൾ അവൻ കരുതിയതായ പൊതിച്ചോറ് അവൻ്റെ കൈവശം ഉണ്ടാകിയില്ല. അവൻ അതിനെ ഉപേക്ഷിക്കുകയാണ്. ആ ഉപേക്ഷണത്തിന്റെ അവസാനം, ആ ഉപേക്ഷിക്കലിന്റെ അവസാനം അതുമൂലം അത് അണിയുന്നവരും മറ്റുള്ളവരാൽ ആകർഷമാക്കുകയാണ്. നമ്മളെ മുമ്പേ നമ്മുടെ സമൂഹത്തിൽ നമ്മെ അണിയുന്നത് മൂലം നമ്മുടെ സമൂഹം മറ്റൊരു സമൂഹത്താൽ ആകർഷിക്കപ്പെടുന്നു. അതോ നമ്മളെ അണിയുന്നത് മൂലം മറ്റു സമൂഹത്തിന് നമ്മളൊരു ഭാരമായി തീരുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എടുത്തണിയുവാൻ നല്ലൊരു ആഭരണമായി, നല്ലൊരു മോഡലായി നമുക്ക് മാറുവാനായിട്ട് സാധിച്ചു. യഥാർത്ഥമായ സമർപ്പണം, യഥാർത്ഥമായ അവിടെയാണ് നാം ഉണ്ടാകുന്നത്. ശിവനമസ്കാരത്തിന് വ്യാഴം
സുതാര്യമാണ് പാടുന്നത്. അതിന് നമ്മളിൽ നിന്ന് പാഴായ ചിന്തകളും ദുഷ്ടവികാരങ്ങളും ഒക്കെ മാറ്റി അതിന് മാറി നിൽക്കുകയും മാത്രമേ സാധ്യമാകുകയുള്ളൂ. ചെറുതായിട്ട് തന്നെ ഇസ്രായേൽ ന്യായപാലനം ചെയ്യുവാൻ തക്കവണ്ണം യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദാവീദ്. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് ദാവീദ് ആ സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നത്. 7 സഹോദരന്മാരും അതിന് യോഗ്യനല്ല. ഇളയവനെ യഹോവയെയും അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുപ്പിന്റെ അവസാനം ന്യായപാലനം ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ദാവീദ് രാജാവിന് വീഴ്ചകൾ പറ്റുന്നു. മാനുഷികമായ വികാരങ്ങൾ അവനെ കീഴടക്കുകയാണ്. ആ കീഴടക്കിന്റെ അവസാനം അവനെ അവന്റെ തെറ്റുകളെ പറ്റി പ്രവാചകനെ കൂടി അവന് ബോധ്യമുണ്ടാക്കി കൊടുത്തിട്ട് ദാവീദ് യഹോവയെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 51-ാം സങ്കീർത്തനം, ദൈവമേ നിന്റെ കൃപപ്രകാരം കർമ്മ ചെയ്യണമേ. അങ്ങനെ തുടങ്ങി അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ദൈവമേ തകർന്നു തുടങ്ങിയിരിക്കുന്നതായ ഹൃദയത്തെ നീ നിരസിക്കുന്നില്ല. നിനക്ക് കാളകളെയും പാവബലികളെയും ഒക്കെ അർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. പക്ഷേ അതിലൊന്നും നീ പ്രീതിപ്പെടുത്തില്ല. നീ പ്രീതിപ്പെടുന്നത് ഒന്നിൽ മാത്രമാണ്, തകർന്നു ഉറങ്ങിയിരിക്കുന്നതായ ഹൃദയങ്ങളിൽ. കണ്ണുനീരിന്റെയും അനുതാപത്തിന്റെയും അവസരത്തിൽ നീ എന്നിലേക്ക് കടന്നു വരും. എന്നെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയെടുക്കുവാനുള്ളതായ അനുഭവം എന്നിലേക്ക് വരും. ആ ഒരു അനുഭവം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. സഖായുടെ ജീവിതത്തിലേക്ക് യേശു തമ്പുരാൻ കടന്നു ചെല്ലുമ്പോൾ അവന്റെ ജീവിതത്തെ പറ്റി അവന് ബോധ്യമുണ്ടാക്കി കൊടുക്കുകയാണ്. ഈ സമൂഹത്തിൽ കുറവുകളും വീഴ്ചകളും ഉണ്ടവൻ. ആ കുറവുകളും വീഴ്ചകളും ഉണ്ടായത് അധികമായ സമ്മാനത്തിൽ കൂടിയാണ്. ആ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവനിൽ ഒരു സമർപ്പണത്തിൻ്റെതായ അനുഭവം കടന്നു വരികയാണ്. ആ സമർപ്പണത്തിൻ്റെതായ അനുതാപത്തിൻ്റെതായ അനുഭവത്തിലാണ് സഖായി പറയുന്നത്, ഞാൻ ആരുടെയെങ്കിലും അധികമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീരട്ടെ. ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ തിരികെ കൊടുക്കുവാൻ തയ്യാറാണ്. അവനുള്ളതായ അനുതാപം സഖായി ആരാണെന്ന് അവന് പൂർണ്ണമായി ബോധ്യപ്പെടുകയാണ്. അവന്റെ ജീവിതം എവിടെ നിൽക്കുന്നു എന്നുള്ളത് അവൻ ആന്തരികമായി ബോധ്യപ്പെടുകയാണ്. വീണ്ടും സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദേവാലയത്തിലേക്ക് 2 വ്യക്തികൾ പ്രാർത്ഥിപ്പാനായിട്ട് കടന്നു വരുന്നു. പരീക്ഷയും ചുങ്കക്കാരൻ. പരീക്ഷയും ചുങ്കക്കാരന്റെയും ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ പരീക്ഷയും ചുങ്കക്കാരനെയും ജീവിതം പഠിപ്പിക്കുന്നത് അതിൽ നമ്മുടെ ജീവിതം എവിടെയാണ്. പരീക്ഷയും ചുങ്കക്കാരന്റെയും വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ. പരീക്ഷിത പ്രാർത്ഥന എന്താണ്? ഞാൻ എല്ലാ സമയവും എല്ലാ കാര്യവും ഒക്കെ കൃത്യമായി അനുഷ്ഠിക്കുന്നത്. പക്ഷേ ചുങ്കക്കാരന്റെ പ്രാർത്ഥന എങ്ങനെയല്ല? ദൈവമേ നിന്റെ അടുക്കിലേക്ക്, നിന്റെ സന്നിധിയിലേക്ക്, നിന്നിലേക്ക് പോകുവാൻ പോലും കഴിയാതെ ഞാൻ പാപിക്കുന്നു. എന്റെ പാപത്തെ പറ്റി എനിക്ക് നല്ല ബോധ്യം. അങ്ങനെയുള്ളതായ ഒരു പ്രാർത്ഥനയായിരിക്കും. അതെപ്പോഴെങ്കിലും നമ്മളിൽ നിന്ന് മുളച്ചു വന്നിട്ടുണ്ടോ, മുളപൊട്ടിയിട്ടുണ്ടോ? ആ ഒരു ചിന്തയാണ് ഇവിടെ നമ്മളിൽ ജനിക്കേണ്ടത്. ആ ചുങ്കക്കാരനായ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ അതിന്റെ അവസാനത്തിൽ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായ ചുങ്കക്കാരനായ മനുഷ്യൻ. പരീക്ഷയുടെ ജീവിതത്തിലോ തന്നെത്താൻ നീതീകരിക്കപ്പെടുന്നതാണ് അനുഭവം. നമ്മൾ ഓർക്കണം, ദൈവത്താലുള്ളതായ നീതീകരണമാണോ സ്വയമായിട്ടുള്ളതായ നീതീകരണമാണോ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം? ഞാൻ ഓർമ്മിപ്പിച്ചു, മൃഗങ്ങൾക്ക് വർത്തമാന കാലഘട്ടത്തിൽ മാത്രമേ വിശപ്പ്. മനുഷ്യന്റെ വിശപ്പ് ഭാവി ഭൂതത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. അതിനെയോ ക്രമപ്പെടുത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നെ
പലപ്പോഴും അധികാരം കീഴ്ക്കഴിയുവാൻ നമുക്ക് ഇഷ്ടമാണ്. അധികാരം നടത്തുന്നവരായി നിൽക്കുവാനായിട്ടാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള അനുഭവമല്ല യഹോവയുടെ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥമായി വിനയപ്പെട്ട് സമൂഹത്തിൽ അവരുടേതായ ഭാഗമായി തീർന്നുകൊണ്ട് സമൂഹമായി ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുവാനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കായിന്റെയും ആവേലിന്റെയും ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സഹോദരനെ കൊണ്ട് സമൂഹത്തിൽ ഏറ്റവും കേവലമായി ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നതായ സാഹചര്യം നമ്മളിലൂടെ നമ്മുടെ സഹോദരനെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ മാത്രം ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടേ തീർച്ചയായും നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്റെ സഹോദരൻ എവിടെയുള്ളത്? അത് യഥാർത്ഥമായ സമർപ്പണത്തെ ആ സഹോദരനെ നമ്മളിൽ കൂടിയൊന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കണം. അവനെ ഇല്ലായ്മ, അവൻ എന്നിൽ കൂടി സമൂഹത്തിന് കാട്ടി കൊടുക്കുന്ന അനുഭവം. അവിടെ ആരും നമ്മൾ ചോദിക്കില്ല എന്റെ സഹോദരൻ എവിടെയാണ്. കാരണം എന്നിൽ കൂടി എന്റെ സമൂഹം എന്റെ സഹോദരനെ കാണുകയാണ്. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ അനുതാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി മതിയാകുന്നു. ദാവീദ് വളരെ ശാന്തമായി ശക്തിയോടുകൂടി ന്യായപാലനം ചെയ്തു. എന്നാൽ ദാവീദിനും കാലഘട്ടത്തിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും ഉണ്ടാകുന്നതായ സാഹചര്യത്തിൽ ദാവീദിന്റെ മകൻ തനിക്കെതിരെ പടക്കോപ്പ് കൂട്ടുകയാണ്. 1 ശമൂവേൽ 15 മുതലുള്ളതായ 17 വരെയുള്ളതായ അധ്യായത്തിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ശാലോം തനിക്കെതിരെ ജനങ്ങളെ ഒന്നിക്കുകയാണ്. തനിക്കെതിരെ മറ്റു കാര്യങ്ങളൊക്കെ അബ്ശാലോം ഒരുക്കുകയാണ്. ദാവീദ് അവിടെ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദാവീദ് പറയുന്നത്, ദാവീദിന്റെ പ്രാർത്ഥനയാണ്, അതിന്റെ പിന്നീടുള്ളതായ പ്രാർത്ഥനയാണ് 85-ാം സങ്കീർത്തനം. എനിക്ക് പ്രാർത്ഥനയെ പോലെ ചെറുപ്പമായിരുന്നെങ്കിൽ ഞാൻ
സമൂഹം ആ ദൈവത്തെ ഏറ്റുപറയുന്നതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ ബോധ്യമുണ്ടായിട്ട് ആ ദൈവത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശു തമ്പുരാനോടൊപ്പം ഉണ്ടായിരുന്നതായ 12 ശിഷ്യന്മാർ, വ്യത്യസ്തരായ ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുവിനെ കുറ്റിക്കൊടുത്തതായ ഇസ്കറിയോത്തായി അവരെ അധികമായി സ്നേഹിച്ചു എന്ന് പറയുന്നതായ അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞതായ പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യൂദ തന്റെ കുറവുകളെ പറ്റി തനിക്കുന്നതായ വീഴ്ചയെ പറ്റി കൂടുതൽ ചിന്തിക്കാതെ ചെയ്തത് തെറ്റായി പോയെന്ന് കേവലമായി ശ്രമിച്ചിട്ട് ജീവിതം ഇല്ലാതാക്കുവാൻ ഒരു സാഹചര്യം. ജീവിതത്തെ പിന്നോട്ട് ചിന്തിക്കാതെ വന്നതായ തീരുമാനത്തിൽ അവിടെ നിന്ന് ജീവിതം ഇല്ലാതാക്കുകയാണ്. എന്നാൽ പത്രോസ് അതിൽ നിന്ന് വ്യത്യസ്തനാവുകയാണ്. ഒരുപക്ഷെ ഞാൻ പറയും യൂദാ ചെയ്തതുപോലെ തന്നെയുള്ളതായ ഒരു കുറവാണ് പത്രോസിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. സമൂഹത്തിൽ ഏറ്റുപറയുന്നതായ സാഹചര്യത്തിൽ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ പത്രോസും ആ സമൂഹത്തിന് മുമ്പാകെ തന്റെ ഗുരുനാഥനെ ചുംബിക്കുന്നതായ ഒറ്റിക്കൊടുക്കുന്നതായ പറയുന്നു. പക്ഷേ ആ തള്ളിപ്പറച്ചിലായപ്പോ അത് അവിടെ അവന്റെ ജീവിതത്തെ തീർക്കുകയാണ്. ആ ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞല്ലോ എന്ന് പരിപൂർണമായി പ്രഖ്യാപിച്ചിട്ട് ആ ദൈവത്തിലേക്ക് ആ ഗുരുനാഥനിലേക്ക് കടന്നു വന്നിട്ട് അവനെ ഏറ്റുപറയുവാനായിട്ട് സാധിക്കുമ്പോൾ പത്രോസേ നീ പാറയാവുന്നു, ഈ പാറയിൽ ഞാൻ സഭയെ പണിയുന്നത് വളരെ സൈന്യം വളരെ ശബ്ദത്തോടെ വളരെ സന്തോഷത്തോടെ ആ ഗുരുനാഥൻ അവനെ കുറിച്ച് പറയുകയാണ്. ആ ദൈവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീഴ്ചകളും കുറവുകളും ഉണ്ടായത് ആരെങ്കിലും നമ്മുടെ വീഴ്ചകളെയും കുറവുകളെയും പറ്റി ബോധ്യമുണ്ടായത്. നമ്മുടെ വീഴ്ചകൾ നമ്മുടെ കുറവുകൾ എവിടെയാണ് ഉണ്ടായത്? നമ്മുടെ നടപ്പിൽ എവിടെയാണ് ഗമനത്തിന് സ്ഥിരത നഷ്ടപ്പെട്ടത്? എവിടെയാണ് നമ്മുടെ നടപ്പിന് സ്ഥാനചലനം നഷ്ടപ്പെട്ടത്? ആ നഷ്ടപ്പെട്ടതായ സ്ഥാനചലനം ശരിയായ നടപ്പില്ല. അതിനെ ഒന്ന് മനസ്സിലാക്കി ആ ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. മടങ്ങിച്ചെല്ലുമ്പോൾ ഈ ലോകപരമായ സൗഭാഗ്യം ഉപേക്ഷിച്ചുകൊണ്ട് മടങ്ങിച്ചെല്ലുവാനായിട്ട് സാധിക്കണം. ഈ ലോകത്തിൻ്റെതായ സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച് മടങ്ങിച്ചെല്ലണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ അനുതാപം യഥാർത്ഥമായ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു, വലിയ നിരകൾ നനയാത്തതായ തീരങ്ങളെ വീണ്ടും നനച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളും നല്ല തീരുമാനങ്ങളായി വലിയ തീരുമാനങ്ങളായി നനയാത്തതായ തീരങ്ങളെ വീണ്ടും വീണ്ടും നനച്ചുകൊണ്ട് അവിടെ പുതിയതായ വൃക്ഷങ്ങളും സസ്യജാതികളും തലച്ചു വളർന്നതായ ഒരു അനുഭവത്തിലേക്ക്
ദൈവം എന്ത് സമൂഹം ആഗ്രഹിക്കുന്നുവോ, നമ്മളിൽ നിന്ന് സമൂഹം എന്താഗ്രഹിക്കുന്നുവോ അതിനായി നമ്മുടെ അകത്തേക്ക് പറ്റി ബോധ്യമുണ്ടായി ആ ദൈവത്തിലേക്ക് മടങ്ങി ചെല്ലുവാനായിട്ട് ദൈവം ഓർമ്മിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞാൻ വാങ്ങുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സമർപ്പിക്കാം. ദൈവമായ വൈദിക ശ്രേഷ്ഠരുള്ളതായ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മെ